രാജു എബ്രഹാം താങ്കൾ ലൈനിലുണ്ടോ? തീർച്ചയായിട്ടും. ഈ തെരഞ്ഞെടുപ്പ് പാരഡി ഗാനം ആരുടേതാണെന്ന് അറിയാമോ? ഇല്ല, ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. എന്നാ അത് CPM-ന്റെ പാട്ടാണ്. എന്നാ അയ്യപ്പനെ പറ്റിയൊന്നും കേട്ടില്ല ഇതിനകത്ത്. അല്ല, പാരഡി ഗാനം അത് ഏത് പാട്ടാണെന്ന് താങ്കൾക്ക് മനസ്സിലായില്ലേ? അറിയാം, പക്ഷെ സ്വാമി അയ്യപ്പന്റെ പേര് ഉപയോഗിച്ചതായി കേട്ടില്ല. അയ്യപ്പൻ എന്നുള്ള പേര് മാത്രമാണോ അതിനെ വ്രണപ്പെടുത്തുന്നതെന്ന് താങ്കൾ കരുതുന്നു? ഗുരുതരമായ പ്രശ്നമല്ലേ? എന്താ കുഞ്ഞായി പറയുന്നേ? വളരെ 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 ഗൗരവമായ പ്രശ്നമല്ലേ? എന്തെല്ലാം പൊട്ടിത്തെറികൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണത്. അല്ല, അതേ പൊട്ടിത്തെറികൾ ഈ പാരഡി ഗാനത്തിലും ഉണ്ടാകാൻ സാധ്യതയില്ലേ? അതെന്ത് എത്രത്തോളം വ്രണപ്പെടുത്തുന്ന പാട്ടാണ് ഇപ്പോൾ നമ്മൾ പ്ലേ ചെയ്തത്? മനസ്സിലായില്ല. സ്വാമി അയ്യപ്പന്റെ പേര് അവിടെ കേൾക്കുകയോ ആ സ്വാമി അയ്യപ്പനെ അവിടെ ദുരുപയോഗം ചെയ്യുന്നതായിട്ടോ കേട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ പാട്ട് ഉപയോഗിക്കുന്നതിൽ പ്രശ്നമില്ല, അയ്യപ്പൻ എന്നുള്ള വാക്ക് മാത്രമാണ് പ്രശ്നം എന്നാണോ? അയ്യപ്പൻ വലിയ കാര്യമല്ലേ? അല്ല, അതാ ഞാൻ ചോദിക്കുന്നത്, അതാണോ? തീർച്ചയായിട്ടും മത നേതാക്കന്മാരുടെ പേരുകൾ മുമ്പ് പല കാലഘട്ടങ്ങളിലും കേരളത്തിലോ രാജ്യത്തോ ലോകത്തിലോ ഉയർന്നു വന്നപ്പോൾ ലോകം കണ്ടിട്ടുള്ള വലിയ വലിയ കലാപങ്ങൾ കൊടുംകൊലപാതകങ്ങൾ ഒട്ടേറെ നമ്മൾ കണ്ടതല്ലേ? ഇവിടെ നിന്നും ഉണ്ടാവത്തില്ല. കാരണം നമ്മളൊരു മതനിരപേക്ഷ സംസ്ഥാനം, ഇടതുപക്ഷ മുന്നണി കേരളം ഭരിക്കുന്നത് കൊണ്ട് അങ്ങനെയൊന്നും കേരളത്തിൽ ഉണ്ടാവില്ല എന്ന് നമുക്ക് പ്രത്യാശിക്കാം. അല്ല, അങ്ങനെ ഇരിക്കുമ്പോൾ, അങ്ങനെ ഒരു നിലപാടിൽ നിൽക്കുമ്പോൾ എങ്ങനെയാണ് CPM അതേ പാട്ടെടുത്ത് ഉപയോഗിച്ച് അയ്യപ്പന്റെ പാട്ട്, ഇത്ര ചരിത്രമുള്ള ഇത്രയധികം അയ്യപ്പ ഭക്തർ ഏറ്റുപാടുന്ന ഒരു പാട്ടെടുത്ത് എങ്ങനെയാണ് CPM-ന് അങ്ങനെ ഒരു പാരഡി ഗാനം ഉണ്ടാക്കാൻ സാധിക്കുക? അതും അതെവിടെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, അതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നൊക്കെ താങ്കൾ വ്യക്തമായി കേട്ടു എന്ന് കരുതുന്നു. സ്വാമി അയ്യപ്പനെ ആ ഗാനത്തിൽ ഒരിടത്തും ഉപയോഗിച്ചതായി കണ്ടില്ല. അതുകൊണ്ട് അത് സ്വാമി അയ്യപ്പന്റെ പാട്ടല്ലാതാവുന്നുണ്ടോ? അത് നമുക്ക് ആ ട്യൂണിൽ വരുന്നൊരു ഗാനം എന്ന നിലയ്ക്കല്ലേ നമുക്കതിനെ കാണാൻ പറ്റൂ. എന്തുകൊണ്ട് ഈ പാട്ടിനെ അങ്ങനെ കണ്ടുകൂടാ? ഈ പാട്ടിനെ എങ്ങനെ കാണാൻ പറ്റുക? എന്തൊക്കെയാണ് ആ പാട്ടിലൂടെ ഉപയോഗിച്ചിരിക്കുന്ന വരികൾ? ആദ്യത്തെ പോട്ട് കുറച്ച് ഒരു സിംബോളിക് ആയിട്ട് അവതരിപ്പിച്ചു. പക്ഷെ താഴെയോട്ട് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ഒരു 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 മതവികാരത്തെ ചൂഷണം ചെയ്യുന്ന രൂപത്തിലല്ലേ കാര്യങ്ങൾ വന്നിരിക്കുന്നത്. അതിപ്പോ ഈ പാട്ട് പരിശോധിച്ചിട്ടുണ്ടെങ്കിലും മതവികാരത്തെ വ്രണപ്പെടുത്തിയിട്ടുണ്ടാവുമല്ലോ. ഇത് കേൾക്കുന്ന ഏത് മേഖലയിലാണോ ഈ പാട്ട് പാടിയിട്ട് ആഹ്ലാദ പ്രകടനം നടത്തിയത് അവിടെയുള്ള ആളുകളെ ബാധിക്കുന്ന രീതിയിലല്ലേ അതും ചെയ്തിരിക്കുന്നത്. അതെങ്ങനെയാണ് രണ്ടിനെയും രണ്ടായി തന്നെ കാണണം? അങ്ങനെയെങ്കിൽ നാദിർഷയ്ക്കെതിരെ, ഇപ്പൊ കലാപമണി ജീവിച്ചിരിപ്പില്ലാത്തതുകൊണ്ട് നാദിർഷയ്ക്കെതിരെ, കൈരളി TV-ക്കെതിരെ ഒക്കെ താങ്കൾ പരാതി കൊടുക്കുമോ? ഞാനല്ലല്ലോ പരാതി കൊടുക്കേണ്ടത്. ഞാൻ പരാതി എവിടെ കൊടുക്കണം എന്ന് ഞാനാണ് തീരുമാനിക്കുന്നത്. അല്ല, ഞാൻ ചോദിക്കുകയാണ്, അങ്ങനെ ആ പാട്ടിനെ, ഇല്ലെങ്കിൽ അയ്യപ്പ എന്ന് പലതവണ ആവർത്തിക്കുന്നുണ്ട് ആ പാട്ടിൽ നാദിർഷയും കലാപമണിയും ചേർന്ന്. നിങ്ങളെ അനുവദിച്ചിരിക്കുന്നു. എല്ലാ ജനാധിപത്യ അവകാശവും താങ്കൾക്കുണ്ട്. താങ്കൾക്കോ താങ്കളുമായി ബന്ധപ്പെടുന്ന ആളുകൾക്കോ അത് കൊടുക്കാം. ഞങ്ങൾക്ക് ഒരു തർക്കവും അക്കാര്യത്തിലില്ല. ധൈര്യമായിട്ട് കൊടുത്തു. ശരി, നന്ദി ശ്രീ രാജു എബ്രഹാം പ്രതികരിച്ചതിന്. CPM ജില്ലാ സെക്രട്ടറി, പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയാണ് സംസാരിച്ചതിന്. അദ്ദേഹത്തിന് ആ പാട്ട് എവിടെ ഉപയോഗിക്കുന്നതിൽ പ്രശ്നമില്ല. അപ്പോൾ എന്താണ് അയ്യപ്പന്റെ കാര്യത്തിൽ അദ്ദേഹം എടുത്തിരിക്കുന്ന നിലപാട് എന്നതുപോലും വ്യക്തമാവുന്നില്ല. കാരണം അയ്യപ്പൻ എന്നുള്ള വാക്ക് ഉപയോഗിച്ചാൽ മാത്രമാണ്, ആ ഭക്തിഗാനം ഉപയോഗിച്ചാൽ യാതൊരു പ്രശ്നവുമില്ല എന്ന് അദ്ദേഹം പറയുന്നു. മാത്രവുമല്ല, ഇതേ ഭക്തിഗാനം ഉപയോഗിച്ച് CPM ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം പാരഡി ഗാനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിലും ആ പാട്ടുകൾ പലരും ഷെയർ ചെയ്ത് കണ്ടിട്ടുണ്ട്. പലരുടെയും വാട്സപ്പ് ഗ്രൂപ്പുകളിൽ അത് വന്നിട്ടുണ്ട്. പലരും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ റീലുകളൊക്കെ ആയത് പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇല്ലാത്ത പ്രശ്നം എന്തുകൊണ്ട് സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട് UDF ഉണ്ടാക്കിയ, അല്ലെങ്കിൽ UDF പ്രചരിപ്പിച്ച പാട്ടിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. പക്ഷേ അദ്ദേഹം പറയുന്ന ന്യായം, അതിൽ അയ്യപ്പ എന്നുപയോഗിച്ചിട്ടില്ല, ഇതിൽ അയ്യപ്പ എന്നുപയോഗിച്ചിട്ടുണ്ട്. അത് ഏത് തരത്തിലാണ് മതവികാരത്തെ വ്രണപ്പെടുത്തുന്നത് എന്നത് ഇനി അന്വേഷണത്തിലും, ഇനിയിപ്പോൾ കേസെടുക്കുകയാണെങ്കിൽ ആർക്കൊക്കെ കേസെടുക്കും എന്നുള്ളത് വരും ദിവസങ്ങളിൽ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ADGPക്ക് പരാതി കൈമാറിയിട്ടുണ്ട്. ഈ പോറ്റിപ്പാട്ടിൽ അന്വേഷണം ഉണ്ടാകും, ആർക്കെതിരെ കേസെടുക്കുമെന്നൊക്കെയുള്ളത് കണ്ടറിയേണ്ടതാണ്.